അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ അത്യന്തം നാടകീയമായ നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. അമേരിക്കയുടെ അഭിമാനമായിരുന്ന ഏകദേശം $200 മില്യൺ വിലമതിക്കുന്ന അത്യാധുനിക നിരീക്ഷണ ഡ്രോൺ ഇറാൻ വെടിവെച്ചിട്ടിരിക്കുന്നു എന്ന വാർത്ത പുറത്തു വരുമ്പോൾ ലോകം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ്. ഹോർമൂസ് കടലിടുക്കിന് മുകളിൽ വെച്ചാണ് ഈ നിർണായക സംഭവം അരങ്ങേറിയത്. തങ്ങളുടെ വ്യോമാതിർത്തി ലംഘിച്ചു എന്നാരോപിച്ചാണ് ഇറാൻ ഈ സാഹസത്തിന് മുതിർന്നത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇത് വെറുമൊരു സാമ്പത്തിക നഷ്ടം മാത്രമല്ല, മറിച്ച് അവരുടെ സൈനിക കരുത്തിന് നേരെ ഉയർത്തപ്പെട്ട ഏറ്റവും വലിയ വെല്ലുവിളി കൂടിയാണ്. ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള അമേരിക്കൻ ഭരണകൂടം ഈ സംഭവത്തോട് അതീവ ഗൗരവത്തോടെയാണ് പ്രതികരിക്കുന്നത്. ഇറാൻ വലിയൊരു തെറ്റു ചെയ്തു എന്ന ട്രംപിന്റെ ഒറ്റവാക്കിൽ നിന്ന് തന്നെ വരാനിരിക്കുന്ന പ്രത്യാഘാതങ്ങൾ എത്രത്തോളം കടുപ്പമേറിയതായിരിക്കുമെന്ന് വ്യക്തമാണ്. ഒരു യുദ്ധത്തിന് തങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്ന് അമേരിക്ക ആവർത്തിക്കുമ്പോഴും തങ്ങളുടെ സൈനികാസ്തികൾക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങളെ കയ്യും കെട്ടി നോക്കി നിൽക്കില്ലെന്ന മുന്നറിയിപ്പും അവർ നൽകുന്നുണ്ട്. ഇതോടെ മേഖലയിൽ നിലനിൽക്കുന്ന സംഘർഷാവസ്ഥ ഏത് നിമിഷവും ഒരു തുറന്ന യുദ്ധത്തിലേക്ക് വഴിമാറാമെന്ന അവസ്ഥയിലെത്തി നിൽക്കുകയാണ്. ഹോർമൂസ് കടലിടുക്ക് എന്ന തന്ത്രപ്രധാനമായ പാതയിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തെ ഈ സംഭവം എങ്ങനെ ബാധിക്കുമെന്നതാണ് ലോകരാജ്യങ്ങളെ പ്രധാനമായും ആശങ്കപ്പെടുത്തുന്നത്. ആഗോള എണ്ണ വിപണിയുടെ ഗതി നിശ്ചയിക്കുന്ന ഈ മേഖലയിൽ പുകയുന്ന കനലുകൾ അന്താരാഷ്ട്ര വിപണിയിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നത് ഉറപ്പാണ്. ഇറാന്റെ പക്കലുള്ള അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ കരുത്താണ് ഈ ആക്രമണത്തിലൂടെ വ്യക്തമാകുന്നത്. തങ്ങളുടെ മണ്ണിലേക്ക് അതിക്രമിച്ചു കയറുന്ന ഏതൊരു ശത്രുവിനെയും നേരിടാൻ തങ്ങൾ സജ്ജമാണെന്ന ശക്തമായ സന്ദേശമാണ് ഇതിലൂടെ ഇറാൻ നൽകുന്നതും. സംഭവത്തിനു പിന്നാലെ പെന്റഗൺ പുറത്തുവിട്ട വിവരങ്ങൾ അനുസരിച്ച് ആഗോളതലത്തിൽ നിരീക്ഷണത്തിന് ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ഡ്രോണുകളിലൊന്നാണ് തകർക്കപ്പെട്ടത്. എന്നാൽ ഇത് തങ്ങളുടെ അതിർത്തിക്കുള്ളിലാണെന്ന് ഇറാൻ വാദിക്കുമ്പോൾ അന്താരാഷ്ട്ര വ്യോമമേഖലയിൽ വെച്ചാണ് ആക്രമണം നടന്നതെന്നാണ് അമേരിക്കയുടെ ഔദ്യോഗിക നിലപാട്. ഈ അവകാശവാദങ്ങളും പ്രത്യാരോപണങ്ങളും യുദ്ധസമാനമായ സാഹചര്യത്തെ കൂടുതൽ സങ്കീർണമാക്കുകയാണ്. ഓരോ നീക്കവും അതീവ ശ്രദ്ധയോടെ നിരീക്ഷിക്കുന്ന മറ്റു ലോകശക്തികളും സമാധാനത്തിനായുള്ള ആഹ്വാനങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും തർക്കം പരിഹരിക്കപ്പെടാത്തത് ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. ട്രംപിന്റെ ഭാഗത്തു നിന്നുള്ള അടുത്ത നീക്കം എന്തായിരിക്കും എന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ നയതന്ത്ര വിദഗ്ധർ ചർച്ച ചെയ്യുന്നത്. സൈനികമായൊരു തിരിച്ചടി അമേരിക്ക നടത്തിയാൽ അത് മധ്യേഷ്യയെ മുഴുവൻ വിഴുങ്ങുന്ന ഒരു യുദ്ധത്തിലേക്ക് തന്നെ പടരാൻ സാധ്യതയുണ്ട്. ഇറാൻ തങ്ങളുടെ സൈനിക അഭ്യാസങ്ങളും മിസൈൽ പരീക്ഷണങ്ങളും വർദ്ധിപ്പിച്ചുകൊണ്ട് തിരിച്ചടിക്കാൻ തയ്യാറെടുക്കുന്നതും സ്ഥിതിഗതികൾ വഷളാക്കുകയാണ്. ഒരു നിശബ്ദമായ യുദ്ധത്തിന്റെ തുടക്കമാണോ ഇതെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് അതിർത്തിയിലെ ഓരോ ചലനങ്ങളും. സിനിമാറ്റിക് ആയ ഒരു ത്രില്ലർ പോലെ ഓരോ നിമിഷവും ഉദ്വേഗജനകമാണ് ഈ സാഹചര്യം. കടലിന് മുകളിൽ കപ്പലുകൾ നിരന്നു നിൽക്കുന്നു. ആകാശത്ത് യുദ്ധവിമാനങ്ങൾ നിരീക്ഷണം നടത്തുന്നു. ഇതിനിടയിൽ തകർന്നു വീണ ഡ്രോണിന്റെ ഓരോ ഭാഗവും ഒരു വലിയ രാഷ്ട്രീയ ബോംബായി മാറിയിരിക്കുന്നു. സാധാരണക്കാരായ ജനങ്ങൾക്കിടയിൽ ഇത് വലിയ ഭീതിയാണ് വിതയ്ക്കുന്നത്. ലോകത്തെ രണ്ട് വൻ ശക്തികൾ നേർക്കുനേർ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഈ ഒരു പിരിമുറുക്കം ആഗോള സാമ്പത്തിക മേഖലയെയും ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ രാഷ്ട്രീയ നാടകത്തിന്റെ അവസാന അധ്യായം എവിടെയാണ് അവസാനിക്കുക എന്നത് ഇപ്പോഴും അജ്ഞാതമാണ്. അമേരിക്കയുടെ ക്ഷമ പരീക്ഷിക്കുന്ന ഇറാന്റെ നീക്കങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണോ അതോ ആത്മരക്ഷാർത്ഥമുള്ള നടപടിയാണോ എന്ന തർക്കം തുടരുകയാണ്. പക്ഷേ ഒന്നുറപ്പാണ്, ഹോർമൂസ് കടലിടുക്കിൽ വെടിയേറ്റ് വീണത് വെറുമൊരു ഡ്രോൺ മാത്രമല്ല, മറിച്ച് വൻശക്തികൾക്കിടയിലെ സമാധാനത്തിന്റെ അവസാന പ്രതീക്ഷകൾ കൂടിയാണ്. ഈ സംഘർഷം ഒരു പൂർണ്ണ രൂപത്തിലുള്ള യുദ്ധത്തിലേക്ക് മാറാതിരിക്കാൻ ലോക നേതാക്കൾ എത്രത്തോളം ജാഗ്രത പാലിക്കുമെന്ന് നമുക്ക് കാത്തിരുന്നു കാണാം.